ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എല്ലാറ്റിലുപരി നമ്മുടെ കേരള യാത്രയുടെ നായകൻ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഉപനായകന്മാർ, ഡയറക്ടർമാർ, നമ്മുടെ മന്ത്രിമാരും MLA-മാരും എല്ലാവരും കൂടെയുണ്ട്. നമ്മുടെ ഘടകകക്ഷി നേതാക്കളുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ദീർഘമായൊരു പ്രസംഗം എന്ന് മാത്രമല്ല, വളരെ ചെറിയ ഒരു പ്രസംഗം പോലും ഈ സമയത്ത് ഞാൻ ചെയ്യുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഞാനൊരു കാര്യം പ്രസംഗിക്കാതെ തന്നെ ഇന്ന് ഈ എളിവൻ പാർട്ടി നിയോഗിച്ചത് പ്രകാരം വഹിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനം തന്നെ, ആ സ്ഥാനം ഉണ്ടാക്കിയെടുക്കുന്നതിനും അതിൻ്റെ അസ്ഥിവാരം ഉറപ്പിക്കുന്നതിനും മറ്റാരെക്കാളും പൊന്നാനി മണ്ഡലത്തിൽ പ്രവർത്തിച്ച വിഭാഗമാണ് തിരൂരങ്ങാടി ജനത എന്ന് ഉത്തമ ബോധ്യമുണ്ട്. ഞാൻ തന്നെ ഒരു സാക്ഷ്യപത്രമാണ്. ഇവിടെ ഈ നട്ടുച്ച വെയിലത്ത് ഈ സ്വീകരണം ഇത്രയും അത്ഭുതമാക്കിയതിനെക്കുറിച്ച് ചിലരെങ്കിലും അത്ഭുതപ്പെടുന്നുണ്ടാകും. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അത്ഭുതം തോന്നുന്നില്ല. തിരൂരങ്ങാടി മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയമെന്ന് പറയുന്നത് 24/7 7 ദിവസത്തിൽ 24 മണിക്കൂർ വെച്ചിട്ടാണ്. വിശ്രമമില്ല. അങ്ങനെ പ്രവർത്തിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നായകൻ വളരെ മൗലിക പ്രധാനമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു കേരള യാത്ര നടത്തുമ്പോൾ ഈ നാടിൻ്റെ ഉജ്ജ്വലമായ രാഷ്ട്രീയ പാരമ്പര്യം വെച്ചുകൊണ്ട് തന്നെയാണ് രാജോചിതമായ സ്വീകരണം നിങ്ങൾ നൽകിയത്. അതിന് നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. യാത്രക്കടിയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പത്രക്കാരെ കാണുന്നു. മിനിയാന്ന് ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് പത്രക്കാരെ കണ്ടു. അപ്പോൾ പത്രക്കാർ കാര്യം ചോദിച്ചു, നിങ്ങൾ ഈ അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും പ്രാദേശികമായിട്ടും ഒക്കെയുള്ള മുദ്രാവാക്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് നിങ്ങൾ സൗഹൃദം, സമന്വയം, സമത്വം എന്ന മുദ്രാവാക്യമെല്ലാം പിടിച്ച് ഇത്രയും ഉജ്ജ്വലമായി ജാഥ നടത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് ഇവിടെ വരികയാണല്ലോ അടുത്ത്, നിങ്ങൾ അതിന് ഒരുങ്ങിയോ എന്ന് ചോദിച്ചു. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എന്നേ ഒരുങ്ങി എന്ന തരക്കാരെ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്ന് തുടങ്ങി. കാരണം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ദിവസം അതിൻ്റെ ഒരാഴ്ച മുമ്പ് ഒരുങ്ങുന്ന ഒരു പ്രക്രിയയല്ല. UDF അല്ലാത്ത മറ്റ് പലർക്കും അങ്ങനെ ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഞങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ സജ്ജീകരണവുമായി ഇനി ശിഹാബ് തങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അപ്പം പോവുകയും കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത് പോലെ കപ്പ് വാങ്ങി തിരിച്ചു വരികയും ചെയ്യും. അത് വേറെ കാര്യം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, വലിയ സിദ്ധാന്തങ്ങൾ പറയുന്ന ഇടതുപക്ഷക്കാർ നിങ്ങൾ എങ്ങനെയാണ് ജനങ്ങളെ നേടുന്നതിന് നിങ്ങളുടെ കയ്യിലുള്ള സൂത്രപ്പണി എന്താണ്? സ്ഥാനാർത്ഥികളെ അന്വേഷിക്കുകയാണ് CPM. സ്ഥാനാർത്ഥിൻ്റെ കാര്യം പാരമ്പര്യമുണ്ടോ, പൈതൃകമുണ്ടോ, നാടിന് സേവനം ചെയ്തുണ്ടോ എന്നല്ല. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ എതിർക്കാൻ ഏറ്റവും വലിയ പണക്കാരുണ്ട് എന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാനദണ്ഡം. ഒരു പഴമൊഴിയുണ്ട്, പണത്തിന്റെ മേലെ പെരുന്തും പറക്കില്ല. അത് പഴമൊഴിയാണ്. ഇപ്പൊ ഒരു പുതുമൊഴിയുണ്ട്, പണത്തിന് മേലെ മുസ്ലിം ലീഗും പറവറക്കും എന്നതാണ്. അത് സ്നേഹിതന്മാർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ നിലകൊള്ളുന്നത് ജനസേവനത്തിന്റെ അസ്ഥിവാരത്തിലാണ്. പിന്നെ പത്രക്കാർ മറ്റൊരു കാര്യം കൂടി ചോദിച്ചു, കേരളത്തിൽ പല വിവാദം നടക്കുന്നുണ്ടല്ലോ, നിങ്ങളെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, എന്നിട്ടും നിങ്ങൾ എന്തിനാണ് എല്ലാവരെയും ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്? കുഞ്ഞാലിക്കുട്ടി സാഹിബ് യുക്തമായ മറുപടി പറഞ്ഞു, ഞങ്ങൾ ഒറ്റക്കെട്ട. മുസ്ലിം ലീഗ് UDF-നെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന രാഷ്ട്രീയ സംസ്കാരവുമായിട്ടാണ് ഈ പ്രയാണം നടത്തുന്നത്. എല്ലായിടത്തും അതെ. VM സുധീരന്റെ ജാഥ പോവുകയും അതിനുശേഷം കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കേരള യാത്ര പോവുകയും ചെയ്യുമ്പോൾ UDF-ന്റെ പ്രവർത്തകന്മാർ ഹൃദയം ചേർത്ത് വെച്ച് അതിന് നിൽക്കുന്നുണ്ട്. മറ്റൊരു ചോദ്യം കൂടി അവർ ചോദിച്ചു, നിങ്ങളെ പല ആളുകൾ എതിർക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഇത്രയും സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്നത്? അത് വളരെ ലീഗിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്.
ഞങ്ങൾ ധാരാളം ആളുകൾ എതിർക്കാറുണ്ട്. ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ തന്നെ എതിർപ്പിന്റെ ശരവഞ്ചനത്തിനിടയിൽ ഒരു ഉദയസൂര്യനെ പോലെ ഉയർന്നു നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഞങ്ങൾ ശോഭിച്ചിട്ടില്ല, ശോഭിക്കേണ്ട കാര്യമില്ല. അത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രകൃതമല്ല. ലീഗ് നടുറോട്ടിൽ നട്ടുപിടിപ്പിച്ചൊരു തേന്മാവ് പോലെയാണ്. അതേക്ക് ആരെങ്കിലും കല്ലെടുത്തെറിഞ്ഞാൽ തിരിച്ച് കല്ല് താഴെ വീഴില്ല, മറിച്ച് മധുരിക്കുന്ന മാമ്പഴം മാത്രമേ ഞങ്ങൾ താഴോട്ട് പൊഴിക്കൂ. അത് ലീഗ് ഉയർത്തിപ്പോകുന്ന രാഷ്ട്രീയ സംസ്കാരമാണ്. അതുകൊണ്ട് ഈ മുദ്രാവാക്യങ്ങൾ തീർച്ചയായും പ്രസക്തമാണ്. പരപ്പനങ്ങാടി മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലാകെ ചർച്ച ചെയ്യപ്പെടുന്ന മുദ്രാവാക്യമാണ്. നമുക്കറിയാം, മതേതര ഇന്ത്യയുടെ രൂപഘടനയിൽ തന്നെ വ്യത്യാസം വരുത്തിയ ഒരു സംഗതിയുണ്ട്. അല്ല, പേരെന്താണെന്നറിയോ? മണ്ഡൽ മസ്ജിദ് പ്രശ്നം. ഇത് രാഷ്ട്രീയത്തിൽ മതേതരത്വം ഏറ്റവും പീഡിപ്പിക്കപ്പെട്ട കാലമായിരുന്നു ഈ രണ്ട് സംഗതി. ഒന്ന്, ബാബരി മസ്ജിദ് പൊളിഞ്ഞ നാളുകൾ. രണ്ട്, സംവരണത്തിന്റെ പേരിൽ നടന്നിട്ടുള്ള കോലാഹലങ്ങൾ. സംവരണം BP സിംഗിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് സംവരണത്തിന്റെ പേരിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെ ഫലമായി എത്രയോ ആളുകൾ മരിച്ചു. ഹിന്ദു ഒരു സർവേ നടത്തി, ആത്മാഹുതി ചെയ്ത ആളുകളുടെ വീട്ടിൽ പോയിട്ട് ചില പാവപ്പെട്ട കുട്ടികൾ അവര് ആവേശം വന്നിട്ട് ആത്മാഹുതി ചെയ്തു. ഒരു വീട്ടിൽ ആ ലേഖനം ചെന്നപ്പോ ആ വീട്ടിൽ അമ്മ പറഞ്ഞിട്ട്, നിങ്ങൾ ഇങ്ങോട്ട് കയറില്ല, നിങ്ങളാണ് എന്റെ കുട്ടിയെ കൊന്നത്. ആവേശം കത്തിജ്വലിപ്പിച്ച് സച്ചാർ കമ്മിറ്റിയുടെ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ സാമുദായിക അടിസ്ഥാനത്തിൽ സംവരണമുണ്ടോ എന്ന ചോദ്യത്തിന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇല്ല ഇല്ല എന്ന് മറുപടി പറഞ്ഞപ്പോ ഉണ്ടെന്ന് പറഞ്ഞ ഏക സംസ്ഥാനം ഈ കൊച്ചു കേരളമാണ്. ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ പാരമ്പര്യമാണത്. കണ്ണിലെ കൃഷ്ണമണി പോലെ ന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ ശാക്തീകരണത്തിന് എഫർമേറ്റീവ് ആക്ഷൻ എന്നൊക്കെ കോടതി പറഞ്ഞ ഭാഷയുടെ ശരിയാർത്ഥം സംവരണമാണ് എന്ന് ഇന്ത്യ എഴുതി പഠിപ്പിച്ച പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതുപോലെ തന്നെയായിരുന്നു ബാബരി മസ്ജിദിന്റെയും കാലം. ഇവിടെ കത്തുന്ന പുരയിൽ നിന്ന് ഊരുന്ന കബക്കോല് ലാഭം എന്ന് കണക്കാക്കിയാണ് ചിലർ പ്രവർത്തിച്ചെങ്കിൽ അന്നും ഞങ്ങൾ ശാന്തി മന്ത്രവുമായിട്ട് ഇവിടെ നടന്നു. ഞങ്ങൾ പറഞ്ഞു, ഈ നാട്ടിൽ ആരും ബാബരി മസ്ജിദ് പൊളിക്കാൻ പോയിട്ടില്ല. ബാബരി മസ്ജിദ് പൊളിഞ്ഞതിനുള്ള ദുഃഖം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, എല്ലാ മതേതര വിശ്വാസികൾക്കുമാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ ശാന്തി മന്ത്രവുമായി ഈ രാജ്യത്താണ്. ആ സ്വഭാവത്തിൽ നിന്നും ഇപ്പോഴും ഞങ്ങൾ രാജ്യത്തെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ഞങ്ങളോട് ചെയ്യാൻ കഴിയുന്നവരും ഫാസിസത്തെ, വർഗീയതയെ എതിർക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ഒന്നും ഞങ്ങൾ ചെയ്തില്ല. ഇപ്പൊ വലിയ വേഷം കെട്ടി വരുന്നുണ്ടല്ലോ ഇടതുപക്ഷക്കാര്. വർഗീയത ചെറുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും, ഫാസിസത്തെ ചെറുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കൂ എന്നവർ അവകാശവാദം ചെയ്യും. ഞങ്ങളുടെ കാര്യം ആദ്യം പറയട്ടെ. ഫാസിസത്തെയും വർഗീയതയും എതിർക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾ നിന്നിട്ടുണ്ട്. വേറെ ഒന്നിനും നിൽക്കുന്നതിന് പകരം മുസ്ലിം സമുദായത്തിനകത്ത് നിന്ന് തീവ്രവാദ ചിന്താകൾ ഉയർന്നു വരുന്ന സമയത്ത് മുന്നിൽ ഞങ്ങളത് എതിർത്തിട്ടുണ്ട്. ഞങ്ങൾ വിചാരിക്കുന്നു അതാണ് ഞങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. കുറച്ച് പരിക്കൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ലീഗിന് തീവ്രത പോരാ, ശിഹാബ് തങ്ങൾ ലീഗിനെ താരാട്ടുപാടി ഉറക്കുകയാണ് എന്ന പരാതി ഞങ്ങൾ ഏറ്റെടുക്കും. ചോര വെക്കുന്ന ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഭാഷയിൽ ഞങ്ങൾ സംസാരിച്ചു കൊടുക്കാത്തതിന്റെ പ്രത്യേക ലീഗുകാർക്ക് അസൗകര്യമുണ്ടാക്കിയവർ, നിങ്ങൾ എന്തിനാണ് പള്ളി പൊളിക്കുന്ന സമയത്ത് സമാധാനം പറയുന്നത് എന്ന് ഞങ്ങളെ കുറിച്ച് ആക്ഷേപിച്ചവർ, മാറാട് കലാപം ഉണ്ടായ സമയത്ത് കുഞ്ഞാലിക്കുട്ടി എന്തിനാണ് ഗാന്ധിയന്മാരെയും കൂട്ടി മാറാട്ടേക്ക് പോയത് എന്ന് ഞങ്ങളെ പരിഹസിച്ചവർ, അവരെ കൂട്ടുപിടിച്ചില്ലേ നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം നിങ്ങൾ കൂട്ടുപിടിക്കാത്ത ഏതെങ്കിലും നിഷേധാത്മക ശക്തികൾ ഈ രാജ്യത്തുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ ചില ആൾക്ക് ഒരു ആഗ്രഹമുണ്ട്, എന്താണ്? ലീഗിലെ സ്പേസിൽ കയറണം. അതിവിടെ ചില സംഘടനകളുടെ ഉദ്ദേശമാണ്. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആളുകളുടെ ഇടയിൽ ആവേശം കൊള്ളിക്കാൻ വേണ്ടി ഓരോ തെരഞ്ഞെടുപ്പിൽ ഓരോ തുരുപ്പ് ഷീട്ടെടുക്കും. ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എല്ലാ വാർഡിലും പ്രധാന പോസ്റ്റർ സദ്ദാം ഹുസൈൻ്റെതാണ്. വർത്തമാനം കേട്ടാൽ തോന്നും സദ്ദാം ഹുസൈനാണ് എല്ലാ വാർഡിലും മത്സരിക്കുന്നത്. അങ്ങനത്തെ വികാരമാണ് ആ സമയത്ത് ഉയർത്തിയത്. ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് എന്തായിരുന്നു?
മലാല യൂസുഫൈന്റെ ചിത്രം. മലാല യൂസുഫൈന്റെ പ്രത്യേകത എന്താണ്? പഠിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോ താലിബാൻകാർ വെടിവെച്ചു. ആ കുട്ടി മരിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, പഠിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി വെടിയേറ്റ മലാല യൂസുഫൈന്റെ ചിത്രം നിങ്ങൾ കൊണ്ടുവെക്കേണ്ടത് ഇവിടെയല്ല, അത് കൊണ്ടുവെക്കേണ്ടത് ബംഗാളിലാണ്. 33 കൊല്ലം നിങ്ങൾ ഇവിടെ ഭരിച്ചിട്ട് 50% താഴെയാണ്, SC ST-യേക്കാൾ താഴെയാണ് ബംഗാളിലെ മുസ്ലിങ്ങളുടെ സ്ഥിതി. എന്നിട്ട് സച്ചാർ കമ്മിറ്റി നടപ്പിലാക്കാൻ വേണ്ടി പാലോളിന്റെ വക മുതലക്കുളം മൈതാനത്തൊരു മീറ്റിംഗ് മുസ്ലിം പ്രമാണിമാരെയൊക്കെ വിളിച്ചു. ആളൊക്കെ കൂടി കോഴിക്കോട് ജില്ലാ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രസിഡന്റ് എണീറ്റ് ഒരു അനൗൺസ്മെന്റ്: സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ മൈതാനത്തിന്റെ ഇടത്തെ ഭാഗത്തും പുരുഷന്മാർക്ക് നിസ്കരിക്കാൻ മൈതാനത്തിന്റെ വലത്തെ ഭാഗത്തും പ്രത്യേക സൗകര്യം ചെയ്തിട്ടുണ്ട്. നിസ്കരിക്കുന്നവരാ കൂടിയെന്നാണ് വ്യാഖ്യാനം. എന്തെല്ലാം നാണക്കെടുത്തുകൾ ഉണ്ടാക്കി, പലതും ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഇവിടുത്തെ ന്യൂനപക്ഷത്തിന്? സമയമില്ല. ഇവിടെ ന്യൂനപക്ഷത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിച്ചപ്പോ അതിനെ മുഴുവൻ തടയിടാൻ ശ്രമിച്ചവരാണ് നിങ്ങൾ. റമദാൻ മാസത്തിന്റെ അവസാനത്തെ 10-ൽ ഞാൻ ഡൽഹിയിൽ ക്യാമ്പ് ചെയ്തിട്ട് ഇവിടുത്തെ ഈ മലപ്പുറം ജില്ല അടക്കമുള്ള സ്ഥലങ്ങളിൽ 71 കോളേജ് കൊടുത്തതിന് നിങ്ങൾ ഇവിടുത്തെ സ്റ്റേക്കെതിരായിട്ട് വക്കീലന്മാരുമായിട്ട് സംസാരിക്കുക. ഇന്നിപ്പോ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും അബ്ദുറഹ്മാൻ സാഹിബിന്റെയും നേതൃത്വത്തിൽ ഇവിടെ ഈ വിദ്യാഭ്യാസപരമായ നീക്കങ്ങൾ നടത്തുന്ന സമയത്ത് നിങ്ങൾ അതിനെ എതിർക്കുന്നു. എന്താണ് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത്? ആ കുട്ടികളെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവിടെ ജെൻഡർ ഇക്വാലിറ്റി എല്ലാവരും വലിയ വർത്തമാനം പറയുന്നതാണ്. ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നത് പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു കൊട്ട പൊന്നു കൊടുക്കലല്ല, ഒരു എസ്റ്റേറ്റ് കൊടുക്കലല്ല, അതൊരു വിദ്യാഭ്യാസം കൊടുക്കലാണ്. ഈ ഞാനിവിടെ മന്ത്രി കഴിയുന്ന കാലത്ത് ഏറ്റവും അധികം കുട്ടികൾ തോൽക്കുന്ന ജില്ല മലപ്പുറം ജില്ലയിൽ. ആ മലപ്പുറം ജില്ലയിൽ പിന്നെ ഏറ്റവും കുട്ടികൾ തോൽക്കുന്ന ജില്ല തിരൂർ വിദ്യാഭ്യാസ ജില്ലയായിരുന്നു. എന്നോട് ചോദിച്ചു, അതല്ല നിങ്ങൾ മന്ത്രിയായിട്ട് എങ്ങനെ കുട്ടികൾ ഇങ്ങനെ തോക്കുന്നത്? എത്ര കാലം കൊണ്ടാണ് ഞങ്ങൾ റെക്കോർഡ് മാറ്റിയെടുത്ത് വിജ്ഞാനത്തിൽ അധിഷ്ഠിതമായ നൂറ്റാണ്ടിൽ മറ്റാരെക്കാളും ഓടി മുമ്പിലെത്താൻ കഴിയുന്ന ഒരു സമുദായമായി ഈ സമുദായത്തെ പരിവർത്തിപ്പിച്ചത് എന്നീ സ്നേഹിതന്മാർ ചിന്തിക്കുക. നിങ്ങൾ എന്താ പറഞ്ഞത്? മഞ്ചേരി പെൺകുട്ടിയൊക്കെ ഒരു കോളേജ് എടുത്തപ്പോൾ പറഞ്ഞു കൊരമ്പയിൽ അഹമ്മദാജിക്ക് പാരൽ കോളേജ് നടത്താൻ വേണ്ടി സർക്കാരിന്റെ ഭൂമി കൊടുത്തു. അതോടെ ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ നാട്ടുകാരൻ. ഞാൻ ചോദിക്കട്ടെ, അബ്ദുറബ് എന്ന വിദ്യാഭ്യാസ മന്ത്രിയെ അളക്കുവാനുള്ള മാപിനി നിങ്ങളുടെ ആരുടെയും കയ്യിലുണ്ടോ എന്ന് ഇടതുപക്ഷക്കാരൻ ചോദിക്കുകയാണ്. എത്ര കാര്യം ചെയ്തു? അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. വിദ്യാഭ്യാസ മേഖലയെ അബ്ദുറഹ്മാനും കുഞ്ഞാലിക്കുട്ടിയും കൂടി പുതിയ നൂറ്റാണ്ടിന് മുമ്പേ നയിക്കുകയാണ്. ഒരു കാലത്ത് സ്കൂളിൽ പഠിക്കാൻ പോലും പെൺകുട്ടികൾ ഇല്ലാതിരുന്ന കാലം. ഫറൂഖ് കോളേജിലെ പ്രിൻസിപ്പൽ ജലീൽ സാഹിബ് ആത്മകഥാപരമായ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സന്തോഷിച്ചത് ഒരു പെൺകുട്ടിയെ ഫറൂഖ് കോളേജിൽ ചേർക്കാൻ കൊണ്ടുവന്ന അന്നാണെന്ന്. അത്രയ്ക്ക് പിന്നോക്കം നിന്നൊരു സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ സ്ഥിതിയിൽ എത്തിച്ചു. നിങ്ങൾ എങ്ങനെ അബ്ദുറബിനെ വിലയിരുത്തിയത്? അവിടെയാണ് ഞാൻ ഈ ചങ്ങാതിമാരെ ഒരു ദൗർബല്യം മനസ്സിലാക്കുന്നത്. കോളേജ് കൊടുത്തതോ ലോകതലത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നതോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. അവർ കണ്ടെന്താണെന്നറിയോ? ഞാൻ ഒരു ദിവസം പോരുന്ന സമയത്ത്, കാറിൽ പോരുന്ന സമയത്ത് മീഡിയക്കാരെല്ലാം കൂടി വളഞ്ഞു. എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ തിരൂർ പോവുകയാണ്. സംഭവം അറിഞ്ഞില്ലേ? ഞാൻ ചോദിച്ചു, എന്താ സംഭവം? തിരൂരങ്ങാടി കറുത്ത ബോർഡ് മാറ്റി അവിടെ അബ്ദുറബ് പച്ച ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ചേട്ടാ എന്താ സംഭവം? നോക്കുന്ന സമയത്ത് നൂതനമായൊരു ടെക്നോളജി IIM-ലും IIT-ലും അടക്കം ഉപയോഗിക്കുന്ന ഒരു പരീക്ഷണം അവിടെ നടത്തും. അപ്പൊ എന്താ വിലയിരുത്തുന്നത്? അബ്ദുറബ് ഭരിക്കുമ്പോൾ വീടിന്റെ പേര് മാറ്റിയോ, ലേഡി ടീച്ചർമാരെ കൊണ്ട് പച്ച ബ്ലൗസ് ഇടാൻ പറഞ്ഞു, അരീക്കോട് കോളേജിൽ ലീഗിന് കൂടുതൽ പ്രാമുഖ്യമുള്ള മാനേജിംഗ് കമ്മിറ്റി അവിടെ പച്ച ബ്ലൗസ് ഇടിക്കുന്നുണ്ടോ എന്നിത്യാദി ഇവാലുവേഷൻ. നിങ്ങൾക്ക് അത്രയേ പറ്റൂ, അത്രയേ CPM-ന്റെ ആസ്വാദന നിലവാരം അല്ലെങ്കിൽ വിശകലനം ചെയ്യാനുള്ള കഴിവ് വളർന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പേടിക്കുന്നില്ല. ഞങ്ങൾക്കൊരു ദൗത്യമുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത് പോലെ ഈ കേരളത്തെ ലോക തലത്തിലേക്ക് ഉയർത്തുകയാണ്, അല്ലെങ്കിൽ ലോകത്തിന് കുറച്ചുകൂടി മുമ്പിലേക്ക്, ഒരു പണത്തൂക്കം മുമ്പിലേക്ക് ലോകത്തെ മാറ്റിയെടുക്കുകയാണ്. അതിന് കാർമ്മികം വഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു കാലത്ത് യാതൊരു വിദ്യാഭ്യാസമില്ലാത്ത സ്ഥലം ഈ ബന്ധത്തിൽ മാറിയെന്ന്. ഡിജിറ്റൽ യുഗം വരികയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പുതിയ റെക്കോർഡ് സൃഷ്ടിക്കുകയാണ്. ഒരു കാലത്ത് സാക്ഷരതയായിരുന്നു,
നിങ്ങൾക്കറിയാം, മാനവരാശിയുടെ ചരിത്രം മാറ്റിക്കുറിച്ച ഒരു റെവല്യൂഷൻ ആയിരുന്നു പ്രിന്റിംഗ് റെവല്യൂഷൻ, അച്ചടി റെവല്യൂഷൻ. അച്ചടി റെവല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം മാനവരാശി കാണുന്ന ഏറ്റവും വലിയ റെവല്യൂഷനാണ് ഡിജിറ്റൽ റെവല്യൂഷൻ. കേരളം മാതൃക കാണിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ കാര്യത്തിൽ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ലോകത്തിന് മുമ്പിൽ കേരളം നായകത്വം ഏറ്റെടുക്കുകയാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയിലൂടെ എന്ന വസ്തുതയിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാലക്രമം മാറുകയാണ്, പരിവർത്തിക്കുകയാണ്. ഈ പരിവർത്തനത്തോടൊപ്പം നിന്നുകൊണ്ട് വിജ്ഞാനമുള്ള കുട്ടികളാണ് ഈ നാടിന്റെ സമ്പാദ്യം എന്ന് പറയുന്നത്. ഇവിടെ ചെറുപ്പക്കാരികൾ ഇരിക്കുന്നുണ്ട്. നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ സമ്പത്ത്, നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ കയറ്റുമതി, നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ എല്ലാം. അതുപയോഗിച്ച് ലോക ഉദ്യോഗ കമ്പോളങ്ങൾ പിടിച്ചടക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയാണ് ഞങ്ങളുടെ നേതാക്കന്മാർ ചെയ്യുന്നത്. അപ്പൊ മുസ്ലിം ലീഗിന്റെ ഈ വിശാലമായ ചക്രവാളത്തെ കണ്ടെത്താൻ ഈ സ്നേഹിതന്മാരുടെ കൊച്ചു കണ്ണുകൾ കൊണ്ട് സാധ്യമല്ല. പിന്നെ മഞ്ഞപ്പിത്തം പിടിച്ച് വല്ല കണ്ണിലൂടെ നോക്കിയാൽ എല്ലാം മഞ്ഞായി തോന്നും. ആ സോക്കേട് പലർക്കുമുണ്ട് എന്നല്ലാതെ ഞങ്ങളുടെ ഭാഗത്ത് അപാകതയൊന്നുമില്ല. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. പ്രതിസന്ധികൾ ധാരാളമുണ്ട്. ഈ പ്രതിസന്ധികളൊന്നും തന്നെ പ്രശ്നമുള്ള കാര്യമില്ല. പിന്നെ ചിലർക്ക് എന്താന്ന് വെച്ചാൽ അസൂയ. അതിനിപ്പോ എന്ത് ചെയ്യാനോ? ലീഗൽ എന്താണ് 4-5 മന്ത്രിമാർ, ലീഗൽ എന്താണ് 20 MLA-മാർ, ഇതിപ്പോ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഞങ്ങളുടെ ദേഷ്യം ഉണ്ടെന്ന് കഴിച്ചിട്ട് ദേഷ്യം വാങ്ങാൻ ഒഴിവാകാൻ ഈ ക്രിക്കറ്റൊക്കെ ഉണ്ട്, മാച്ച് ഫിക്സ് എന്നുള്ള പരിപാടി, ഒത്തുകളി. 20 നിൽക്കുമ്പോൾ വേണ്ട, 2 നിങ്ങൾ എടുത്തോട്ടെ, തോറ്റു കൊടുക്കാൻ ഇപ്പോഴും അത് ന്യായമായ ആവശ്യമാണ്. അതുപോലെ ചെയ്യുന്നു. എല്ലാവർക്കും പരാതിയുണ്ട്. ലീഗുകാർ 20 MLA-മാര്, നല്ല 4-5 മന്ത്രിമാര്, ലീഗിൽ കുറെ സ്ഥാനങ്ങളുണ്ട്, എല്ലാവരുമായിട്ട് നന്നായി പെരുമാറുന്നുണ്ട്. പിന്നെ ചെറിയൊരു അസൂയുള്ളത് പാണക്കാട്ടെ കുട്ടികളെ പറ്റിയാണ്. ചിലർക്കൊരു ആഗ്രഹം, എല്ലാവർക്കും എന്താ പാണക്കാട്ട് മതിയാകാൻ കഴിയാത്തത്? പാണക്കാട്ടേക്ക് ആളുകൾ പോകുന്നു, അവിടെ ചൊവ്വാഴ്ച വമ്പിച്ച ജനക്കൂട്ടുണ്ടാകുന്നു, നാട്ടിലെല്ലാവരും അവരെ സ്നേഹിക്കുന്നു, അവരെ അത്രയും ആദരിക്കുന്നു. ഞങ്ങളിങ്ങനെ സമുദായത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ നേതാക്കന്മാരെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താണ് ആ പരിഗണന കിട്ടാത്തത്? അതിനൊരു മരുന്നുമില്ല. നിങ്ങൾക്ക് പാണക്കാട്ട് കുട്ടികളെ പോലെ ആകാൻ പറ്റുന്നവരാരും അപ്പുറത്തില്ല. അത് വ്യത്യാസമാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട്. അത് ഈ ബി ടി വഴുതനങ്ങ എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്. ബി ടി വഴുതനങ്ങ എന്ന് പറഞ്ഞാൽ ശരിക്കും വഴുതനങ്ങ തന്നെയാണ്. കണ്ടാലും നല്ല സ്റ്റൈലുണ്ടാകും, നല്ല രുചിയുണ്ടാകും. പക്ഷേ ബി ടി വഴുതനങ്ങയ്ക്കൊരു കുഴപ്പമുണ്ട്. അത് ജനിതക മാറ്റം വരുത്തിയ വഴുതനങ്ങയാണ്. അത് പ്രകൃതിയിൽ നിന്ന് ഊർജം വലിച്ചെടുത്ത് നിഷ്കളങ്കമാക്കി ഉണ്ടാക്കിയ വഴുതനയല്ല. ആ വഴുതനങ്ങയ്ക്ക് പക്ഷെ ഒറ്റ പ്രയാസമുണ്ട്. അത് കഴിച്ചാൽ മനുഷ്യൻ എന്തൊക്കെ രോഗം വരുമെന്ന് ശാസ്ത്രജ്ഞന്മാർ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. അതാണ് ബി ടി വഴുതനങ്ങയുടെ ഏറ്റവും വലിയ കുഴപ്പം. നിങ്ങൾക്ക് വേണമെങ്കിൽ തങ്ങന്മാരുടെ സൈസ് ആകാൻ ബി ടി വഴുതനയുടെ രാസപ്രയോഗം നടത്താമെന്നല്ലാതെ നിങ്ങളെ കൊണ്ട് അങ്ങനെ ആവില്ല എന്ന് സത്യം. അതുകൊണ്ട് അസൂയപ്പെട്ടൊരു കാര്യമില്ല. 2 സംഗതിക്ക് മരുന്നില്ല. കഷണ്ടിക്കും അസൂയക്കും. കഷണ്ടിക്ക് ഒരു മരുന്ന് കണ്ടുപിടിച്ചതായിട്ട് അടുത്ത കൊല്ലം മാർക്കറ്റിൽ ഇറങ്ങാൻ പോകുന്നതായിട്ട് ഒരു ഇംഗ്ലീഷ് വാരികയിൽ ബോക്സ് ന്യൂസ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് പരിഹരിക്കപ്പെട്ടേക്കും. എന്നാലും അസൂയക്ക് മരുന്നില്ല. അസൂയക്ക് മരുന്നില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് ദേഷ്യം പിടിക്കുന്നത്. അതല്ല ഞങ്ങളുടെ സ്വഭാവത്തിന്റെ ദോഷങ്ങളൊന്നുമല്ല. അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടിയാണ് മുസ്ലിം ലീഗ് എന്നും നിൽക്കുന്നത്. നന്മയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ സന്ദേശം. ഈ ജാഥ പുറപ്പെട്ട എല്ലാ ദിവസവും ഇതുവരെ എന്തെങ്കിലും ഒരു നല്ല കാര്യം സ്റ്റേജിൽ വെച്ച് ചെയ്യാത്ത സംഗതിയേ ഉണ്ടായിട്ടില്ല. എല്ലാ ദിവസവും. അത് ജാതിയില്ല, മതമില്ല. അവന്റെ കൃത്യ മുൻനിർത്തി പോകുന്ന ഒരു ജാഥയ്ക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ പടച്ചവൻ പ്രതിഫലം നൽകും എന്ന പ്രതീക്ഷ മാത്രമാണ്. കണ്ണൂരിൽ ഞങ്ങൾ പോയി, സ്റ്റേജിൽ ഒരാളെ കൊണ്ടുവന്നു. കുഞ്ഞാലിച്ചേട്ടൻ പറഞ്ഞു ബൈത്തുർ റഹ്മാന്റെ സർട്ടിഫിക്കറ്റ് ഇതിന് കൊടുക്കണം. ഞാൻ നോക്കി, എന്താ കാര്യം? ആ സാധുവിന്റെ ജോലി വണ്ടിയിൽ വയറ്റത്തടിച്ച് പാട്ട് പാടാനായി. ഇപ്പൊ വയസ്സായി പോയി, പാട്ട് പാടാൻ കഴിയുന്നില്ല. അതിന് കണ്ടും കണ്ടുകൂടാ. അതിന്റെ കയ്യിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ബൈത്തുർ റഹ്മാൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മതിപത്രം കൊടുക്കുകയും 4 മാസത്തിനകം ബൈത്തുർ റഹ്മാൻ പൂർത്തിയാക്കുമെന്ന് പറയുകയും ചെയ്തപ്പോ ആ സാധു അതിന്റെ മുഖഭാവം ഞാൻ ദർശിച്ചു. അതിന് കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ സാധിക്കില്ല, മുസ്ലിം ലീഗിന്റെ കൊടി കാണാൻ സാധിക്കില്ല, അതിന് കണ്ടുകൂടാ. പക്ഷേ കണ്ണില്ലാത്ത മനുഷ്യൻ അതിൽ ഉൾക്കണ്ടുകൊണ്ട് മുസ്ലിം ലീഗിന്റെ വിശാല മനസ്കത കാണുന്നുണ്ടാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ നന്മയുടെ പ്രബോധകന്മാരാണ്.
നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്നതാണ്. ലീഗിന്റെ രാഷ്ട്രീയ തത്വശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ ദയയിൽ അധിഷ്ഠിതമാണ്. ആ വിധത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ തളരാതെ മങ്ങലേൽക്കാതെ നിലയുറപ്പിച്ച ആളുകളാണ് നിങ്ങൾ. ഒരിക്കൽ കൂടി ഹൃദയംഗമായി നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി.